ലൈഫിൽ വേണ്ട എന്നുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് മാരേജ്, സെക്കൻഡ് മാരേജ്, തേർഡ് മാരേജ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഒരാളും ഒരാളുടെ ജീവിതത്തിലോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്ക് അടുത്ത വർഷം ഞാൻ ഡിവോഴ്സ് ആവും എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ചെന്ന് കയറുന്നത്. എല്ലാവരും പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയാണ് ഒരു ലൈഫിലോട്ട് ചെല്ലുന്നത്, ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും അവിടെ ഡിവോഴ്സ് ആവുമെന്ന് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ ഓഫ് കോഴ്സ് നമ്മളെ ഇന്ന് ഈ ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ന് ഇവിടെ നടക്കുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്നെങ്കിൽ. അപ്പം എനിക്കെന്തായാലും അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിവില്ല. കാരണം എനിക്കിപ്പം എനിക്കറിയാം എനിക്ക് എങ്ങനെയുള്ള ഒരാളാണ് വേണ്ടതെന്നുള്ളത്. മേ ബി ഞാനൊരു 18-ാമത്തെ 19-ാമത്തെ വയസ്സിലോ ഞാൻ വിചാരിച്ചത്, ഞാൻ സീരിയസ്ലി എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത് ഭയങ്കര ഒരു നല്ല ജോബ് വേണം, വൈറ്റ് കോളർ ജോബ് വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഗവൺമെൻറ് ജോബുള്ള ഒരാൾ വേണം. ഞാൻ എൻ്റെ 18-19 വയസ്സിലെ വ്യൂ ആണ് ഞാൻ പറയുന്നത്. അല്ല പിന്നെ അല്ല ഞാൻ അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ പക്ഷേ ഇന്ന് എൻ്റെ പെർസ്പെക്റ്റീവ് ഓഫ് ഇങ്ങനെ അല്ല. എനിക്കൊരു ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ണർ എന്ന് പറയുന്നത് എനിക്കൊരു തൊല്ലയാവരുത്, അത്രയേ ഉള്ളൂ. എനിക്ക് മെയിനായിട്ട് എനിക്കൊരു തൊല്ലയാവരുത്. കാരണം എനിക്ക് അപ്പൂൻ്റെ എന്ന് വെച്ചാൽ എൻ്റെ ചുമരാണ്. എനിക്ക് എന്ത് കാര്യം ഞാൻ ഉറങ്ങി കിടക്കണം, 2 മണിക്ക് 1 മണിക്കൊക്കെ ഉറങ്ങി കിടക്കണം. അപ്പൂനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് ഒട്ടും പറ്റില്ല. എനിക്ക് പീരിയഡ്സിൻ്റെ 2 ദിവസം മുന്നേ ഒട്ടും ഓക്കെ ആയിരിക്കും. ഞാൻ കാരണങ്ങൾ ഉണ്ടാക്കി കാര്യം ഇൻകേസ് എനിക്ക് കരയാൻ കാരണമില്ല, ഞാൻ ആകാശദൂത് സിനിമയോ ഏതെങ്കിലും സിനിമയിൽ KPC എഴുതിയൊക്കെ കരയണം കണ്ടെങ്കിൽ ഞാൻ കാര്യം അതൊക്കെ ആലോചിച്ച് കാര്യം. അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളാണ്. അപ്പം എനിക്ക് ഇപ്പം ഞാനിപ്പോൾ 2 മണിക്കൊക്കെ ഞാൻ അപ്പൂനെ എനിക്ക് ഓക്കെ അല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ എണീറ്റില്ല, അവൻ എന്തൊരു പ്രശ്നം, നമുക്ക് പുറത്ത് പോകണം, നമ്മൾ പോവാം എന്ന് പറയാൻ ലൈഫിൽ ഒരാളുള്ളാവുന്നത് ഒരു ഭാഗ്യമാണ്. അല്ലെങ്കിൽ നമ്മളെ കേട്ടിരിക്കാൻ ഒരാളുണ്ടാവുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒരു വ്യൂവിൽ എൻ്റെ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ണർ, അല്ലെങ്കിൽ ഒരു പാർട്ണർ എന്നുള്ളത് എനിക്ക് 100% പുള്ളിയിൽ ഞാൻ ഹാപ്പിയാണ്, ഈ റിലേഷൻഷിപ്പ് ഹാപ്പിയാണ്. അപ്പം ഞാൻ പിന്നെ എന്തിന് ഒരു നോ പറയേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് ആ ക്യാരക്ടർ, അപ്പൂൻ്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ലൈക്ക് ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എനിക്ക് ഇത്ര സമാധാനമായിട്ടിരിക്കണം, എനിക്കൊന്ന് സമാധാനമായിട്ടിരിക്കണം. ഞാൻ ഇങ്ങനെ റിവേഴ്സ് ഞാനൊക്കെ ഇങ്ങനെ ബോംബാണ് ഞാൻ ഇങ്ങനെ ഒരു സൈഡിൽ കൂടെ പോയാലും ഞാൻ പൊട്ടിച്ചിട്ട് അങ്ങനെയൊക്കെ സിലിണ്ടർ ബോംബ് പിന്നെ ശരി അത് കണക്കാണ് ഞാൻ. പക്ഷെ അപ്പു എന്ന് വെച്ചാൽ വലിയൊരു മേ ബി ഇതായിരിക്കും തോന്നുന്നു, അഗ്നിപർവ്വതായിരിക്കും. പക്ഷെ ഓക്കെ. അപ്പം എനിക്കത് അപ്പം എപ്പോഴും മനസ്സിൽ വയ്ക്കുക, ഇതിപ്പോൾ 2026 1080-കളിലോ 90-കളിലോ നമ്മൾ ജീവിക്കുന്നത്. ഒരാൾക്ക് എങ്ങനെ ഒരാൾ വേണമെന്ന് അത് അയാളുടെ ഇഷ്ടമാണ്, അയാളുടെ ജീവിതമാണ്. അപ്പം നമുക്ക് ഒരിക്കലും ഒരാൾ നീ അവരെ കെട്ടാൻ എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള അവകാശം നമുക്കില്ല. ഓക്കെ, നമുക്ക് മറ്റുള്ള തീരുമാനങ്ങളെ റെസ്പെക്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ.